യെസ്. അപ്പം നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് 1, 2 കാര്യങ്ങൾ ബാക്കിയുള്ളവരെ ജോയിൻ ചെയ്യുമ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ മെയിൻസിൻ്റെ ബാച്ചിൽ കേരള ഗവർണൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഓരോ സബ്ജക്റ്റുകളായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫിസിക്സ് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു, കെമിസ്ട്രി കംപ്ലീറ്റ് ആയി, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കേരള ഹിസ്റ്ററി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മൾ പകുതി കംപ്ലീറ്റ് ആക്കി, DPSP വരെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനിഷ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി കേരള ഗവർണൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ഒരു നോർമലായിട്ടുള്ള കേരള ഗവർണൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സുകളുടെ അപ്രോച്ച് ആയിരിക്കില്ല നമ്മുടേതെന്ന് പറയുന്നത്. ഞാനത് പറഞ്ഞുതരാം. കാരണം ഈ കേരള ഗവർണൻസ് എന്ന് പറയുന്നത് പ്രിലിംസിൽ നിന്ന് അല്ലെങ്കിൽ പ്രിലിംസിൽ നമ്മൾ പഠിച്ചതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് മെയിൻസിന് വരുന്ന ഒരു ഭാഗമാണ് കേരള ഗവർണൻസ് എന്ന് പറയുന്നത്. നോർമലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ പ്രിലിംസിൽ ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷേ എക്സാക്ട്ലി അങ്ങനെയല്ല. നമ്മൾ പ്രിലിംസിൽ പഠിച്ച പല കാര്യങ്ങളും ഇവിടെ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. സിലബസ് ഞാൻ കാണിച്ചു തരാം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കങ്ങനെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു കാര്യമൊന്നുമല്ല കേരള ഗവർണൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച പല കാര്യങ്ങളും പക്ഷേ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്ന് മാത്രം. ദെൻ വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കേസിലേക്കൊക്കെ 10 മാർക്കിൻ്റെ വെയിറ്റേജ് കേരള ഗവർണൻസിന് മാത്രം വരുന്നുണ്ട്. അപ്പം നല്ലൊരു മാർക്ക്, നല്ലൊരു റാങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കേരള ഗവർണൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് അത്രത്തോളം പ്രാധാന്യത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഇനി വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളൊരു പുതിയ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സിലബസ് എടുത്ത് നോക്കണം. രണ്ടാമതായിക്കൊണ്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏത് ക്ലാസ് ആയി കഴിഞ്ഞാലും ഏത് നോട്ടായി കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ വിശകലനം ചെയ്ത് അനലൈസ് ചെയ്തിട്ടായിരിക്കും തയ്യാറാക്കുന്നത്. കാരണം ആ നോട്ട് കൺസൈസ് ആയിരിക്കണം. അതിൽ വരുന്ന ഓരോ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് എക്സാമിനേഷനിൽ വരുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉതകുന്നതായിരിക്കണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് കൃത്യമായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കണം. കുറച്ച് ക്ഷമയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരല്പം ക്ഷമ നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് ക്ലിയർ ആവും. എന്താണ് വേണ്ടത് വേണ്ടാത്തത് എന്ന് ക്ലിയർ ആവും. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ മുഴുവൻ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യരുത്, പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, ഈ കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട പാത്ത് എന്താണെന്നുള്ളത് ക്ലിയർ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസിൻ്റെ ബേസിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഏതൊരു പുതിയ ടോപ്പിക്കും പഠിച്ചു തുടങ്ങേണ്ടത്. എസ്പെഷ്യലി നിങ്ങൾക്ക് മെയിൻസിന് അധികം സമയമില്ല. അപ്പോൾ കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ആദ്യം സിലബസിലേക്ക് കിടക്കാം. സിലബസ് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ഗവർണൻസിൻ്റെ ഒരു സിലബസ് വരുന്നത് ഇതാണ്. ഏകദേശം 10 മാർക്കിൻ്റെയോളം വെയിറ്റേജ് ഈ ഒരു ഭാഗത്തിന് വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പല ഭാഗങ്ങളും പല ടോപ്പിക്കുകളും പുതിയതായിട്ട് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന ടോപ്പിക്കുകളൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, വാരിയസ് കമ്മീഷൻസ് വരുന്നുണ്ട്. ദെൻ ബേസിക് ഫാക്ട്സ് ഓഫ് ദി സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. പ്ലാനിംഗ് ബോർഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്രിലിംസിൻ്റെ സിവിക്സിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പല ടേംസ് നിങ്ങൾ അവിടെ കണ്ടതാണ്, കേട്ടതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വാസി ജുഡീഷ്യൽ ബോഡീസിനെ കുറിച്ചിട്ട് നമ്മൾ സിവിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും സിവിക്സിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ലേബർ, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ലാൻഡ് റീഫോംസ്, സോഷ്യൽ വെൽഫെയർ സെക്യൂരിറ്റി, ഇതൊക്കെ നമ്മൾ സിവിക്സിൽ പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ്. അതൊരു കേരള ഓറിയൻറ്റേഷനിൽ പഠിക്കണം എന്ന് മാത്രം. നമ്മളവിടെ സിവിക്സിൽ പഠിക്കുന്ന സമയത്ത് അതിൽ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കൂടെ നമ്മളവിടെ പഠിച്ച് പോയിട്ടുണ്ട്. കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളവിടെ പഠിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ പല ഭാഗങ്ങളും ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. എന്നാലും ചില ഭാഗങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗവർണൻസ്, ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സിവിക്സിലും കോൺസ്റ്റിറ്റ്യൂഷനിലുമായിട്ട് പലപ്പോഴായിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ കേരള ഗവർണൻസിൽ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് വരുന്ന ചില ഭാഗങ്ങളാണ് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് പോലെയുള്ള ഭാഗങ്ങൾ. അതുപോലെ തന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസ് റൂൾസ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ സബോർഡിനേറ്റ് സർവീസ് റൂൾസ്, ദെൻ KS, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്ട്രാ പഠിക്കാനായിട്ടും വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും പ്രിലിംസിൽ നിന്നുള്ള കണ്ടിന്യൂഷൻ ആണ് എന്ന് പറയുന്നില്ല, എന്നാലും ഒരു 60% ഓവർലാപ്പിംഗ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പേടിക്കേണ്ട ഭാഗമല്ല കേരള ഗവർണൻസ് എന്ന് പറയുന്നത്. ഒന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. ഇനി നമ്മൾ നേരെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ട് പേടിക്കൊന്നും വേണ്ട, എങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ കണ്ടിട്ട് അവിടുന്ന് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചോദ്യങ്ങളുടെ സ്വഭാവം എന്താണ്, നേച്ചർ എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ നോട്ട്സ് മെറ്റീരിയൽ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പേടിക്കേണ്ട, നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം നോക്കുക. ഇപ്പോൾ ഇത് 215/23 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇയർ ഏത് എന്നുള്ള രൂപത്തിലേക്കാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏത് ഇയറിലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ചോദ്യം, ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നതും ഈ പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റൂൾസ് 2019 കുറിച്ചിട്ടാണ്. ഓക്കെ, 2019 കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അതും 2022 നടന്ന എക്സാമിനേഷനാണ്. അപ്പോൾ KS എക്സാമിനേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ KSനെ കുറിച്ച്, ആ തസ്തികയെ കുറിച്ചിട്ട്, ആ തസ്തിക ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ആക്ടിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് ഓക്കെ, ദ ആക്ട് ദാറ്റ് ലെഡ് ടു ഫോർമേഷൻ ഓഫ് ദി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജനറലി നോക്കുന്ന സമയത്ത് നമ്മുടെ ലോജിക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ സർവീസുകൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് കേരള സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്നുള്ള രൂപത്തിലേക്ക് ഒരു കാറ്റഗറി വരുന്നുണ്ട്. രണ്ടാമത് വരുന്ന കാറ്റഗറിയാണ് സബോർഡിനേറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ KS എന്ന് പറയുന്നത് ഈ പറയുന്ന സർവീസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, സ്റ്റേറ്റ് സർവീസിന് കീഴിൽ വരുന്നതാണ് KS എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള പബ്ലിക് സർവീസ് ആക്ടിൻ്റെ കീഴിലേക്ക് വരാനാണ് സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അതും കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 കീഴിലാണ് KAS ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ മറ്റ് ചില ആക്ടുകളും കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, കേരള സർവീസ് റൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, കേരള സർവീസ് ആക്ട് 1963 കുറിച്ച് പറയുന്നുണ്ട്, കേരള സബോർഡിനേറ്റ് സർവീസ് റൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മുൻ വർഷങ്ങളിൽ ഓപ്ഷൻസ് ആയിട്ട് ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡയറക്ഷൻ കിട്ടും, ഏത് ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസസ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഷെഡ്യൂൾ 1 ഓഫ് ദി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഷെഡ്യൂൾ 1 ഇൻക്ലൂഡ് അല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ നോക്കിയാൽ മതി ഇതിലെ സബോർഡിനേറ്റ് സർവീസ് ഏതാണ്. ഇപ്പം ഞാൻ ക്ലാസ് തുടങ്ങിയിട്ടില്ല, എനിക്കറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ടേമുകളൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി നോട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇനി ഞാൻ നോട്ട് പറയുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ഈ ടേമുകളൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു തവണയെങ്കിലും ഈ ടേമുകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത് ഏതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതിൽ സബോർഡിനേറ്റ് സർവീസ് ഏതാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സബോർഡിനേറ്റ് സർവീസ് ഏതാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അത് ലാസ്റ്റ് ഗ്രേഡ് സർവീസാണ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ഗ്രേഡ് സർവീസാണ് വരുന്നത്. അതാണ് തന്നിരിക്കുന്നതിൽ ഒരു സബോർഡിനേറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പം എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 323A അതുപോലെ തന്നെ 323B വരുന്നുണ്ട്. ട്രൈബ്യൂണൽസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന രണ്ട് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 323A 323B അതിൻ്റെ കൂടെ ആൽഫബറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി ആഡ് ചെയ്യപ്പെട്ടതാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച സമയത്ത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന രണ്ട് ആർട്ടിക്കിൾസും നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് മാറുന്നത്.
ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി വെക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് അതുപോലെ തന്നെ അതർ ട്രൈബ്യൂണൽസ് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് പോകണം. ഓക്കെ, സ്റ്റേറ്റ് സർവീസ് മാത്രമല്ല ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ടും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ദെൻ സബോർഡിനേറ്റ് സർവീസിനെ കുറിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബ്യൂറോക്രസി എന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ സിവിക്സിൽ പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നോക്കുക, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഫോർ ദി സിവിൽ സർവൻസസ് എൻഷ്വേർഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സിവിൽ സർവൻസ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഓൾ ഇന്ത്യ സർവീസുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സർവീസുകളെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 311, 312 ഒക്കെ കുറേ കൂടെ ഇൻക്ലൈൻ ടുവേർഡ്സ് ഓൾ ഇന്ത്യ സർവീസാണ്. 311 ഞാൻ പൂർണ്ണമായിട്ടും ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നില്ല, 312 പൂർണ്ണമായിട്ടും ഓൾ ഇന്ത്യ സർവീസാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കവേർഡ് ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, then അതുപോലെ തന്നെ ത്രൂ ഹൂം ഡു ദ സർവീസസ് ഓഫ് ദ ഗവൺമെൻറ് റീച്ച് ദ പബ്ലിക് അല്ലെങ്കിൽ പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിലും ഇവിടുന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ദ ബോഡി ഓഫ് ഓഫീസേഴ്സ്, സിവിൽ സർവൻസ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഭാഗത്ത്, സിവിക്സിൻ്റെ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, യെസ്. അടുത്തത് ഹൂ സെലക്ട് ദി ഓഫീസേഴ്സ് ഫോർ ദ സെൻട്രൽ സർവീസ് ഓൺ ദി ഓൾ ഇന്ത്യ സർവീസ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സ്റ്റേറ്റ് സർവീസ് ആയിക്കോട്ടെ, സബോർഡിനേറ്റ് സർവീസ് ആയിക്കോട്ടെ, ഓൾ ഇന്ത്യ സർവീസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഓരോ സർവീസിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്, ആളുകളെ ജോലിയിലേക്ക് എടുക്കുന്നത് ഏത് ബോഡിയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദി ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ ഫീച്ചർ അല്ലാത്തതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് പഠിക്കണം. ഇതും നമ്മൾ സിവിക്സിൽ കണ്ട ഭാഗം തന്നെയാണ്, അല്ലേ? സിവിക്സിൽ നമ്മൾ കണ്ട ഭാഗം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പലപ്പോഴായിട്ട് ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ സിവിക്സിൽ പഠിച്ച പല കാര്യങ്ങളും നമുക്കിവിടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സിവിക്സിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ഇവിടേക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അടുത്തത് നിങ്ങൾ നോക്കുക, കേരള അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മിറ്റിയെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 4 കേരള അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻസോളം വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ വിച്ച് ഏജൻസി ഈസ് ഇൻവോൾവ്ഡ് ഇൻ പ്രോസസ്സിംഗ് ദ റിപ്പോർട്ട്സ് ഓഫ് ദി കേരള അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മിറ്റി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രോസസ്സ് ചെയ്യുന്നത്, പരിശോധിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താണ്, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമിനെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ജനറൽ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ധാരണ ഇപ്പം ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ നോട്ടിലേക്ക് പോകാം. കേരള ഗവർണൻസ് എന്ന് പറയുന്ന നമ്മുടെ നോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കേരള ഗവർണൻസിൻ്റെ നോട്ടിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് നമ്മുടെ ഡിഗ്രി മെയിൻസ് ബാച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോഴ്സാണ്. ഡിഗ്രി റെഗുലർ ബാച്ച്, അതുപോലെ തന്നെ ഡിഗ്രിയുടെ മെയിൻസ് മെൻറ്റർഷിപ്പ് ബാച്ചുകൾ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ വരുന്ന ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റെഗുലർ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മെയിൻസ് മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് അതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, രണ്ടിൻ്റെയും കോഴ്സ് ഫീയും ഇവിടെ നിങ്ങൾക്ക് കാണാം. വളരെ മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, 899. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് ബാച്ച് ആണെങ്കിൽ ഇതുപോലെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന സമയത്ത് പോലും 1400 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ KS റാങ്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഏത് ഏതാണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇനി അപ്കമിംഗ് ആയിട്ടുള്ള LSGS എക്സാമിനേഷന് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ വീണ്ടും പറയുകയാണ്. LSGSന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ പേപ്പർ 2ൻ്റെത് നമ്മൾ ആരംഭിക്കുന്നത് November 1 മുതൽ ആയിരിക്കും. ഓക്കെ, November 1 മുതലായിരിക്കും നമ്മൾ ആരംഭിക്കുന്നത്. പക്ഷേ November 1 ആകുമ്പോഴേക്കും ഈ LSGSന് 2 പേപ്പർ വരുന്നുണ്ട്.
പേപ്പർ 1 നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് 80% പേപ്പർ 1കൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സുകളും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എഡ്ജ് കിട്ടണമെന്നുണ്ടെങ്കിൽ, കാരണം LSGSൻ്റെ പേപ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിനൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് LSGSൻ്റെ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ LSGSന് 3 ഡിഫറൻ്റ് ആയിട്ട്, കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ആയിരിക്കും. ഇപ്പോൾ ചിലർക്ക് പേപ്പർ 2 മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ, ചിലർക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ വരണം. ഇനി LSGSൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മെൻറ്റർഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അസസ്മെൻറ്റ് ബേസിലേക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പൂർണ്ണമായിട്ടും ബാച്ച് നിങ്ങൾക്ക് ആ ഒരു മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ കാര്യം മനസ്സിലാവും. ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ ബാച്ച് നോക്കുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് നമുക്കൊരു ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. പക്ഷേ LSGSലേക്ക് എത്തുന്ന സമയത്ത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതായത് ഓരോ സ്റ്റുഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന രൂപത്തിലേക്ക്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 1ലേക്കുള്ള എൻറ്റയർ ക്ലാസ്സുകൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് റെക്കോർഡഡ് ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്കുള്ള അറ്റൻഷനൊക്കെ ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഒരു തേർഡ് ഫേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഫേസ്, ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസ് ആണ്. തേർഡ് ഫേസ് ആകുമ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓരോ ബാച്ചിലുള്ള ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചാണ്, നിങ്ങൾക്ക് പേപ്പർ 2 മാത്രം മതി. അതിൻ്റെ 100% പേപ്പർ 2ൻ്റെ 100% സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ലൈവ് അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ്, ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ നമ്മുടെ ആപ്പിലൂടെ ലൈവായിട്ട് തന്നെയായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വെറും 999 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരുപോലെ പഠിക്കണം എന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ ഏറ്റവും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾ തുടർന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്മാർട്ട് സ്റ്റഡി നോട്ടുകളൊക്കെ എത്രത്തോളം വെൽ പ്രിപ്പയർഡ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 200+ മൊഡ്യൂൾ ടെസ്റ്റുകൾ, 50 മാർക്കുകൾ വരുന്ന 50 ക്വസ്റ്റ്യൻസ് വരുന്ന 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് 50 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ പോലെ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന 50ലധികം മൊഡ്യൂൾ ടെസ്റ്റുകൾ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ ഡിഗ്രി ബാച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം 150ഓളം മൊഡ്യൂൾ ടെസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, മാക്സിമം മൊഡ്യൂൾ ടെസ്റ്റുകൾ നമ്മൾ മലയാളത്തിലും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് സീരീസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. MEMൻ്റെ ഡെയിലി പ്രാക്ടീസും അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ വരുന്ന സമയത്തും ആ ഒരു ബാച്ചിന് 1499 രൂപ മാത്രമേ വരുന്നുള്ളൂ. പേപ്പർ 1 2 പേപ്പർ വരുന്ന ഒരു എക്സാമാണ്. ആ 2 പേപ്പറിൻ്റെ 100% സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത്, അവിടേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ സ്ട്രാറ്റജി ക്ലാസ്സുകളും അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 2 പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 2 പേപ്പർ ഫിനിഷ് ചെയ്തിട്ട് എക്സാമിനേഷന് മുമ്പ് ഒരു ഹോട്ട് ടോപ്പിക് റിവിഷൻ ക്ലാസ്സുകൾ അടക്കം വരുന്നതാണ് മെൻറ്റർഷിപ്പ് സെഷൻ. അതിന് 1999 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ആയിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ഓഫർ പ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ KS റാങ്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അവിടെ നിങ്ങൾ കോഴ്സിൻ്റെ സെഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യമുള്ളത്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ടെസ്റ്റ് സീരീസോ സ്പെഷ്യൽ ടോപ്പിക് മാത്രമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇപ്പോൾ ടെസ്റ്റ് സീരീസ് കിട്ടാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ള കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് മുഴുവൻ കോഴ്സ് പർച്ചേസ് ചെയ്യണോ, അങ്ങനെയില്ല. സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ 399 499 രൂപയൊക്കെ കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഡിഗ്രി ലെവലിൻ്റെത് പോലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ, സാമ്പിൾ നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് സാമ്പിൾ നോട്ട്സ് ആണോ വേണ്ടത്, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആണോ വേണ്ടത്, iOS-ലാണോ നിങ്ങൾക്ക് എടുക്കേണ്ടത്, വെബിലാണോ നിങ്ങൾക്ക് എടുക്കേണ്ടത്, അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി. 8281694495 നിങ്ങൾക്ക് അതിനുള്ള റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി LSGSൻ്റെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത്, LSGSൻ്റെ പേപ്പർ 2. ഓക്കെ, പേപ്പർ 2 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പേപ്പർ 2ൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് PDF നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേപ്പർ 2ൻ്റെ ഓരോ ടോപ്പിക് വൈസ് അനാലിസിസ് ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റി, അവിടുന്ന് എത്ര മാർക്കിൻ്റെ ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഈ ഒരു PDF ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഈ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ നമ്മളൊരു ഫ്രീ കോഴ്സ്, ഒരു ഫ്രീ ഡെമോ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസുകൾ, ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ
പ്രൈസ് എന്ന് പറയുന്നത് 1 രൂപയാണ്. 1 രൂപ കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഇതുപോലെയുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവൈക്യൂ നോട്ടുകൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. KS റാങ്കിൻ്റെ ആപ്പിൽ ജസ്റ്റ് 1 രൂപ കൊടുത്ത് നിങ്ങൾ ആ ഒരു ഡെമോ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. ഇപ്പോൾ അത് ഫ്രീ ടെസ്റ്റ് സീരീസ് എന്നുള്ള പേരിലാണ്, ഞാനത് ഡെമോ കോഴ്സ് എന്ന് മാറ്റാം. ഓക്കെ, നമ്മുടെ മുമ്പ് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ബാച്ചായിരുന്നു. ആ ബാച്ചിൽ ഓൾറെഡി ഉള്ളവർക്ക് ഈ കോഴ്സുകൾ തുടർന്നും കിട്ടുന്നുണ്ടായിരിക്കും. അല്ലാത്തവർ ഈ ഒരു ഡെമോ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഡെമോ കോഴ്സിലേക്ക് 1 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതിനുള്ള ബെനിഫിറ്റുകൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, 1 രൂപ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ജസ്റ്റ് അത് അവിടെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് 1 രൂപ പേയ്മെൻറ്റ് അവിടെ വെക്കുന്നത്. അപ്പം ഡെമോ കോഴ്സാണ്. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടുകൾ, ഫ്രീ ആയിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഓൾ കേരള ലെവൽ ടെസ്റ്റ് സീരീസ് ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു നോട്ട് എടുക്കുക. ഇത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. LSTSൻ്റെ പേപ്പർ 2 വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കേരള ഗവർണൻസിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കേരള ഗവർണൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ട പോലെ, ഓക്കെ, അപ്പം കേരള ഗവർണൻസിൻ്റെ പ്രീവിയസ് ഇയറിൽ നമ്മൾ കണ്ട പോലെ തന്നെ ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നോട്ടുകൾ കാര്യങ്ങൾ വരുന്നത്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് എന്താണ് സർവീസ്. ഓക്കെ, എന്താണ് സർവീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. നോട്ടിലുള്ളതിനേക്കാളും കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളൊന്ന് നോട്ടിൽ എഴുതി വെക്കുക, ഒന്ന് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 കാറ്റഗറി ഓഫ് ആൾക്കാർ വരുന്നുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് വരുന്നുണ്ട്, രണ്ടാമത്തതാണ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ പെർമനൻ്റ് എക്സിക്യൂട്ടീവും വരുന്നുണ്ട്. ഇതിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന സമയത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളെ പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ, അതായത് മന്ത്രിമാർ, ഇവരെ നമ്മൾ പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. MLA വരുന്നില്ല, അവർ ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. MLA എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അല്ല, അവർ ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്. ആ MLA നിന്ന് മന്ത്രിമാരാകുന്നവരാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതുകൊണ്ട് തന്നെ അവർ ടെമ്പററി ആണ്. എന്നാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ UPSC എക്സാമിനേഷനോ PSC എക്സാമിനേഷനോ ഒക്കെ വഴി സർവീസിലേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. അവർ ചിലപ്പോൾ 20, 30, 35 വർഷമൊക്കെ സർവീസിൽ തുടർന്ന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്താണ്, ഒരു പെർമനൻറ്റ് നേച്ചറാണ്. ഒരു തവണ PSC എക്സാമിനേഷൻ എഴുതി ഗവൺമെൻറ് സർവീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ലൈഫ് ലോങ് ആയിട്ട് ആ ഒരു സർവീസിലേക്ക് കണ്ടിന്യൂ ചെയ്ത് റിട്ടയർമെൻറ്റ് വരെ അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള മോശം പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അഴിമതിയോ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് അവർക്ക് ആ ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഒരു ജോബ് സെക്യൂരിറ്റി അവിടെ ഉണ്ട്. ഓരോ വർഷവും തെരഞ്ഞെടുപ്പ് അങ്ങനത്തതൊന്നും അവർ ഫേസ് ചെയ്യേണ്ട, അവർക്ക് ആ ജോലിയിൽ തുടർന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അവരെ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത്. പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ഈ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് സെലക്റ്റഡ് ആണ്. സെലക്റ്റഡ് ത്രൂ PSC അല്ലെങ്കിൽ സെലക്റ്റഡ് ത്രൂ UPSC ആണ്. UPSCയോ PSCയോ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി സെലക്റ്റഡ് ആകുന്ന ആൾക്കാരാണ് പെർമനൻ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാകുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് എലക്റ്റഡ് ആണ്. ഓക്കെ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ എടുക്കുന്നവരാണ്. എന്നാൽ സെലക്ട് ചെയ്യപ്പെടുന്നവരാണ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സിനെ നമ്മൾ സാധാരണ പറയുന്നതാണ് സിവിൽ സർവൻസ് എന്ന് പറയുന്നത്. അതിൽ UPSC വഴി വരുന്ന സിവിൽ സർവീസ് മാത്രമല്ല, നമ്മൾ സിവിൽ സർവൻസ് എന്ന് പറയുന്ന സമയത്ത് ഗവൺമെൻറ് സർവീസിൽ വരുന്ന മുഴുവൻ ആൾക്കാരെ ആയിരിക്കും നമ്മൾ കേരള ഗവർണൻസ് ചർച്ച ചെയ്യുന്ന സമയത്ത് സിവിൽ സർവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സിവിൽ സർവൻസ് എന്നത് ലിറ്ററലി മീൻസ് സർവൻസ് ടു ദ സിവിൽ സൊസൈറ്റി എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹത്തിന് സേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഹീ ഈസ് എ സിവിൽ സർവൻറ്റ്. അദ്ദേഹം ഒരു സിവിൽ സർവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഫീച്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തത് റിക്രൂട്ട്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദി മെറിറ്റ് ആണ്. നിങ്ങൾ PSC എക്സാമിനേഷൻ എഴുതി നല്ല മാർക്ക് വാങ്ങി റാങ്ക് വഴി എത്തണം. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം. അതും കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെറിറ്റ്, നിങ്ങളുടെ കഴിവ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അടുത്തത് പൊളിറ്റിക്കലി ന്യൂട്രലാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. പക്ഷേ മിനിസ്റ്റേഴ്സ് അങ്ങനെയല്ല. ഇപ്പോഴത്തെ നിങ്ങൾ മിനിസ്റ്റേഴ്സ് നോക്കുക, ഇപ്പോൾ എന്താണ് UDF ഗവൺമെൻറ് ആണ്. അപ്പോൾ UDF എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന
പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരിക്കുന്നത്. അതിലുള്ള എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടായിരിക്കാം. എന്നാൽ അവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടാകാൻ പാടില്ല. പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടായിരിക്കണം അവരുണ്ടാവേണ്ടത്. അടുത്തതാണ് ഗിവ് കണ്ടിന്യൂറ്റി ടു ദ സർവീസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട് അല്ലേ? അതായത് കഴിഞ്ഞ LDF ഗവൺമെൻറ് വന്ന് പുതിയ UDF ഗവൺമെൻറ് വന്ന സമയത്ത് LDF ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളും UDF ഗവൺമെൻറ്റുകൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LDF ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സിൽവർ ലൈൻ പ്രോജക്റ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഹൈ സ്പീഡ് റെയിലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, UDF ഗവൺമെൻറ് മാറിയിട്ടുണ്ട്. ഇനി അതിനു മുമ്പ് UDF ഗവൺമെൻറ് കോട്ടയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആകാശപാത, പക്ഷെ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, LDF ഗവൺമെൻറ് അത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല, അത് വേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഏകലവ്യ മോഡൽ ഓഫ് സ്കൂൾ UDF ഗവൺമെൻറ് 2013 കൊണ്ടുവന്നതായിരുന്നു, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച്. പക്ഷേ LDF ഗവൺമെൻറ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കോടിക്കണക്കിന് രൂപ നമ്മുടെ ടാക്സ് കൊടുത്ത ജനങ്ങളുടെ പണം, ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ ക്രൈസിസിലാണെന്ന്, നമ്മുടെ കോടിക്കണക്കിന് രൂപയാണ് ഇതുപോലെ വേസ്റ്റായി പോയിരിക്കുന്നത്. ഓക്കെ, ആ പണം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വേസ്റ്റായി കിടക്കുകയാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് അങ്ങനെ ഒരു ഏകലവ്യ മോഡൽ ഓഫ് സ്കൂൾ ഉണ്ടാക്കിയത് അത് വേസ്റ്റാണ്. അതും വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് അവർ തന്നെയാണ്. ബട്ട് സ്റ്റിൽ അവർ പറയുന്നു ഈ പറയുന്ന പോലെ നമ്മൾ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഓക്കെ, സോ പൊളിറ്റിക്സ് അപ്പാർട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഒരു ഗവൺമെൻറ് കൊണ്ടുവരുന്നത് മറ്റൊരു ഗവൺമെൻറ് വരുന്ന സമയത്ത് അവരവിടെ ആ കാര്യത്തിന് തുടർന്ന് ചെയ്ത് പോകുന്നില്ല. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എൻ്റെയർ ഭരണരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ഭരണ സംവിധാനം തകർന്നു പോകും. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ വരുന്നുള്ളൂ. ഇവിടെ ഒരു പെർമനൻ്റ് സംവിധാനം വരുന്നുണ്ട്. ഏത് ഗവൺമെൻറ് വന്നാലും മാറാത്ത ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് റിയൽ എക്സിക്യൂട്ടീവായിട്ട്, പെർമനൻ്റ് എക്സിക്യൂട്ടീവായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളൊക്കെ എന്തുകൊണ്ട് തെറ്റുന്നില്ല? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഈ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സ് ഇല്ലാന്ന് വിചാരിക്കുക. ഈ LDF ഗവൺമെൻറ് വരുന്ന സമയത്ത് കുറേ ആൾക്കാരെ അവർ കയറ്റും. ഓക്കെ, ആ ഗവൺമെൻറ് പോകുമ്പോൾ UDF ഗവൺമെൻറ് വരും, അവരുടെ കുറേ ആൾക്കാരെ കയറ്റും. അവർ പോകുമ്പോൾ അടുത്ത ഗവൺമെൻറ് വരും, വീണ്ടും കുറേ ആൾക്കാരെ കയറ്റും. ഇവർ തോന്നിയ പോലെയായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മുമ്പുണ്ടായിരുന്ന ആൾക്കാരുടെ ഫയലുകളൊന്നും ഇപ്പോൾ എടുക്കില്ല. ഇങ്ങനെ ആകെ തകർന്നു പോയെന്ന് നമ്മുടെ ഭരണ സംവിധാനം. അത് സംഭവിക്കാത്തതിന് കാരണം എന്താണ്? ഏത് ഗവൺമെൻറ് വന്നാലും പോയാലും ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. അവരവിടെ ഭരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഭരണം അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനം ഇന്നും സുസ്ഥിരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. സോ ദേ ഗിവ്സ് കണ്ടിന്യൂയിറ്റി, ഭരണത്തിന് ഒരു തുടർച്ച നൽകുന്നത്. നമ്മുടെ ഭരണ സംവിധാനം ഇന്നും തുടർന്ന് കൊണ്ടുപോകുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പെർമനൻ്റ് എക്സിക്യൂട്ടീവാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യാൻ കാരണം എന്താണ്? നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ചോദ്യമാണ്. ഓക്കെ, PSCയിലെ ഈ പറയുന്ന 84/22 ക്വസ്റ്റ്യൻ നമ്പർ 11, 12 ഈ 2 ചോദ്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു പോയിന്റ് ആയിരുന്നു, അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പോയിന്റ് ആയിരുന്നു, ഗവൺമെൻറ് സർവീസസ് ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് എത്തുന്നത്? ഈ പറയുന്ന പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സിലൂടെയാണ്. ഓക്കെ, അതായത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ അപേക്ഷിക്കുന്നത് എന്തായിരിക്കും, വില്ലേജിലേക്കായിരിക്കും. വില്ലേജിൽ നിന്ന് വില്ലേജ് ഓഫീസറായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോൺ ക്രീമി ലെയർ വേണം, അത് ഒരുപക്ഷെ നമ്മൾ ബ്ലോക്ക് ലെവലിലേക്ക് താലൂക്ക് ഓഫീസിലേക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലേക്കായിരിക്കും. എവിടെ നിന്നായി കഴിഞ്ഞാലും അവരാണ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വേണ്ട സർവീസസ് നമ്മളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് സർവീസസ് ഒക്കെ നമ്മളിലേക്ക് എത്തുന്നത് ഇറ്റ് ഈസ് ത്രൂ ദി ബോഡി ഓഫ് ദി ഓഫീഷ്യൽസ് ആണ്. ഈ പറയുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അത് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന എല്ലാ കണ്ടൻറ്റും നമ്മുടെ നോട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. ഓക്കെ, അത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു നോട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു നോട്ട് ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവാം. ഓക്കെ,
യെസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഉദ്യോഗസ്ഥരുടെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അവരാണ് ഈ പറയുന്ന ഭരണ സംവിധാനത്തിന് ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരുന്നത്. അവർ ന്യൂട്രലായിട്ടാണ് നിൽക്കേണ്ടത്. അവർക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരേ കാര്യം തന്നെ 2 വർഷം 3 വർഷം 5 വർഷം 10 വർഷം 15 വർഷം നിങ്ങൾ എന്ത് ചെയ്യാണ് തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൽ എക്സ്പേർട്സ് ആയിട്ട് മാറും. അതിൻ്റെ ന്യൂആൻസസിനെ കുറിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത്, ഇനി എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ഉണ്ടായിരിക്കും, ഈ മൊത്തം സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. യു വിൽ ബിക്കം എക്സ്പേർട്സ്. നിങ്ങൾ അതിലെന്ത് ചെയ്യുന്നതായിരിക്കും? എക്സ്പേർട്സ് ആയിരിക്കും. ഈ ബോൾഡ് ആക്കി കൊടുത്തിരിക്കുന്ന ഓരോ ടേംസും ശ്രദ്ധിക്കണേ, കാരണം അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി ഈ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും 3 ലെവൽ അല്ലെങ്കിൽ 3 ലെയറുകളായിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന്, നമ്മൾ സാധാരണ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ നമുക്കറിയാലോ ഒരു ത്രിതല സംവിധാനമാണ് നമ്മുടെ ഭരണം ഫോളോ ചെയ്യുന്നത്. ആ 3 ലെയറുകളിലും ഈ ഉദ്യോഗസ്ഥന്മാർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തത് യൂണിയൻ ഗവൺമെൻറ് വരുന്നുണ്ട്, രണ്ടാമത്തത് സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നുണ്ട്, മൂന്നാമത്തത് ലോക്കൽ ബോഡീസ് വരുന്നുണ്ട്. ഈ 3 തലത്തിലായിട്ട് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ജനറലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇന്ത്യയിലുള്ള സർവീസിനെ പ്രധാനമായിട്ടും 3 നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഇന്ത്യയിലുള്ള സർവീസിനെ നമ്മൾ സിവിക്സ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. സർവീസിനെ പ്രധാനമായിട്ടും 3 നമ്മൾ വിഭജിക്കാറുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 സർവീസുകളാണ് ഓൾ ഇന്ത്യ സർവീസ് കാറ്റഗറിയിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മുടെ മുഴുവനായിട്ടുള്ള സർവീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 കാറ്റഗറിയിലേക്ക് 3 തരം തിരിക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഒന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IAS. നമ്മുടെ കളക്ടേഴ്സൊക്കെ വരുന്നത് അല്ലെങ്കിൽ കളക്ടർമാരൊക്കെ വരുന്നത് ഈ പറയുന്ന IAS ഓഫീസേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSCയും PSCയും വരുന്നത്. അപ്പോൾ ഈ UPSC വഴി സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി അധികാരത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനായിട്ട് മാറുന്നവരാണ് ഈ പറയുന്ന IAS ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരാണ് IPS എന്ന് പറയുന്നത്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നത്. അതായത് ഒരു ASP അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരുന്ന റാങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ IPS ഓഫീസേഴ്സ് ആയിരിക്കും. അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻ്റ് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരുന്നവരൊക്കെ ഈ പറയുന്ന IPS ആയിരിക്കും. ഒരു DYSP ലെവൽ വരെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കേരള പോലീസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്നവരായിരിക്കും. അതിന് മുകളിലുള്ളവരും സ്റ്റേറ്റ് സർവീസാണ്. അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവരൊക്കെ IPS ആയിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ IPS കൺഫേർഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത്. ഓക്കെ, 2 രൂപത്തിൽ വരാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിയിട്ട് അങ്ങനെ വരുന്നവരുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പ്രൊമോഷൻ വഴി ഈ പറയുന്ന IPS കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, IAS കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനടുത്തത് മൂന്നാമത്തത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. മൂന്നാമത്തെ ഓൾ ഇന്ത്യ സർവീസ് സാധാരണ നമ്മൾ IFS എന്ന് പറയും. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയേണ്ടത് IFOS എന്നാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ്. ഓക്കെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ്. ഈ 3 സർവീസുകളാണ് ഓൾ ഇന്ത്യ സർവീസ് കാറ്റഗറിയിലേക്ക് വരുന്നത്. ഈ 3 സർവീസുകളും ഓൾ ഇന്ത്യ സർവീസ് കാറ്റഗറിയിൽ വരുന്നവരാണ്. ഇനി ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ പറയേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 312 എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. ആർട്ടിക്കിൾ 312 ആണ് ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾ 312 എന്ന് പറയുന്നത്. ഓക്കെ, 312 ഓൾ ഇന്ത്യ സർവീസ്. ഓക്കെ, അപ്പോൾ ഈ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 312 ആണ്. ഇനി ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അത് പാസ്സാക്കേണ്ടത് രാജ്യസഭയാണ്. ഓക്കെ, ആർട്ടിക്കിൾ 312 പ്രകാരം ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ റെസൊല്യൂഷൻ രാജ്യസഭ 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്നതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് നമുക്കൊരു സർവീസ് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ഈ പറയുന്ന സർവീസിൽ ആദ്യത്തെ കാറ്റഗറി നമ്മൾ പഠിച്ചു, ഓൾ ഇന്ത്യ സർവീസ് പഠിച്ചു. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോവാണ്. അതാണ് സെൻട്രൽ സർവീസുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർവീസുകളെയാണ് നമ്മൾ സെൻട്രൽ സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചല്ലോ, നമ്മുടെ ഭരണ സംവിധാനം 3 ലെയറാണ്. യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ തന്നെ ലോക്കൽ ബോഡീസ് എന്ന് പറയുന്ന 3 സംവിധാനമായിട്ടാണ് നമ്മുടെ ഭരണ സംവിധാനം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരാണ് ഈ
ഈ സ്റ്റേറ്റ് സർവീസിന് കീഴിലേക്ക് വരുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ്, വിദേശകാര്യം. കാരണം വിദേശകാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 246 പ്രകാരം ഷെഡ്യൂൾ 7 പ്രകാരം അത് വരുന്നത് യൂണിയൻ ലിസ്റ്റിന് കീഴിലാണ് വരുന്നത്. വിദേശകാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, വിദേശകാര്യ സർവീസാണ്. അതുകൊണ്ട് തന്നെ അത് വരുന്നത് സെൻട്രൽ സർവീസിന് കീഴിലാണ്. ഓക്കെ, സെൻട്രൽ സർവീസിന് കീഴിലാണ്. IFS ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സർവീസുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം വരുന്നത് ഈ പറയുന്ന സെൻട്രൽ സർവീസിന് കീഴിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ വരുന്നത് സെൻട്രൽ സർവീസാണ്. കാരണം റെയിൽവേ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസുകൾ വരുന്നുണ്ട്, അത് വരുന്നത് സെൻട്രൽ സർവീസിന് കീഴിലായിട്ടാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ് വരുന്നുണ്ട്. അത് വരുന്നത് ഡിഫൻസ് എന്ന് പറയുന്നത് എന്താണ്, യൂണിയൻ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്നതാണ്. കാരണം എന്താണ്, ആർട്ടിക്കിൾ 246 പ്രകാരം ഷെഡ്യൂൾ 7 പ്രകാരം അത് വരുന്നത് യൂണിയൻ ലിസ്റ്റിന് കീഴിലാണ്. അല്ലേ? പ്രതിരോധ മന്ത്രാലയം സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിന് പ്രതിരോധ മന്ത്രാലയം ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താണ്, യൂണിയൻ ഗവൺമെൻറ്റിന് കീഴിലാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ വളരെ സിമ്പിളായിട്ട് ലോജിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ സെൻട്രൽ സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ സംസ്ഥാന സർവീസിലേക്ക് വരികയാണ്. അതാണ് സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ നോർമലായിട്ട് കാണുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, ദെൻ അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ദെൻ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റുകൾ, ഇങ്ങനെയുള്ള പോസ്റ്റുകൾ, LSGS സെക്രട്ടറി, ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ വരുന്നത് ഈ സ്റ്റേറ്റ് സർവീസിന് കീഴിലായിട്ടാണ് വരുന്നത്. ഈ സ്റ്റേറ്റ് സർവീസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഈ സ്റ്റേറ്റ് സർവീസിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ആ സ്റ്റേറ്റ് സർവീസിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് ഒന്ന് സ്റ്റേറ്റ് സിവിൽ സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ് എന്ന് തന്നെ നമ്മൾ വിളിക്കും. ഓക്കെ, സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തത് സബോർഡിനേറ്റ് സർവീസ് എന്ന് വിളിക്കും. ഓക്കെ, സബോർഡിനേറ്റ് സർവീസ് എന്ന് വിളിക്കും. ഇങ്ങനെ രണ്ടായിട്ട് സ്റ്റേറ്റ് സർവീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് സ്റ്റേറ്റ് സർവീസ്, രണ്ടാമത്തത് സബോർഡിനേറ്റ് സർവീസ്. അപ്പോൾ സ്റ്റേറ്റ് സർവീസിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന എൻറ്റയർ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സർവീസിനെ മുഴുവൻ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തു, ഓൾ ഇന്ത്യ സർവീസ്, അതിനുശേഷം സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് സർവീസ് അതുപോലെ തന്നെ സബോർഡിനേറ്റ് സർവീസ് എന്ന് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സബോർഡിനേറ്റ് സർവീസ് എന്ന് പറയുന്ന സമയത്ത് ലോവർ റാങ്കിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഞാൻ ആ കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ പഠിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ സർവീസുകളെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡാണ് പറയുന്നത്. ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രം. ചില സമയത്ത് ഇത് PSC ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 1947 മുമ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കോൺവാലിസ് വരുന്നുണ്ട്. ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഒക്കെ ഒരു പിതാവായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. സോ കോൺവാലിസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിവിൽ സർവീസിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഹിസ്റ്റോറിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ സിവിൽ സർവീസ് ഇന്നും നിലനിൽക്കുന്നതിന് വളരെ പ്രധാനമായിട്ട് ഇപ്പം ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവച്ച വ്യക്തി എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ നിർബന്ധ പ്രകാരമാണ് ഈ പറയുന്ന സിവിൽ സർവീസ്, ഓൾ ഇന്ത്യ സർവീസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തത്, വീണ്ടും തുടർന്ന് കൊണ്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒന്നായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ വരുന്നത് 2017 ഡിസംബർ 29-നാണ്. അപ്പോൾ 2017 തന്നെ ഇതിൻ്റെ ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2018 ഇതിൻ്റെ ഒരു ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. 2019 ആകുന്ന സമയത്ത് ഈ പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വരുന്നുണ്ട്. ദെൻ അതിനുശേഷം എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഫസ്റ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. 2021 ആകുന്നതോട് കൂടിയിട്ട് റിസൾട്ട് വന്നിട്ട് ആദ്യത്തെ ബാച്ച് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. 2023 ആകുന്ന സമയത്ത് ആദ്യത്തെ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ക്രോണോളജി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഞാൻ ആ ടൈം പീരീഡ് ഒന്ന് അവിടെ പറഞ്ഞു പോയതാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. സോ ഇറ്റ് സ്റ്റാർട്ടഡ് ഓപ്പറേഷണൽ ഫ്രം 2020 എന്ന് നമുക്ക് പറയാം. കാരണം ആദ്യത്തെ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 മുതലാണ്. ഓക്കെ,
അപ്പോൾ 2020 ആകുന്നതോട് കൂടിയിട്ട് റിസൾട്ട് വന്നിട്ട് ആരൊക്കെയാണ് ഈ സർവീസിലേക്ക് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2020 സമയമാകുന്ന സമയത്ത് നമുക്കിവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് നോക്കുകയാണ്. ഞാൻ നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആർട്ടിക്കിൾ 308 മുതൽ 312 വരെ വരുന്ന ഭാഗം നന്നായിട്ട് തറവായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പബ്ലിക് സർവീസസിനെ കുറിച്ചിട്ട് പറയുന്ന ഭാഗമാണ് ഈ പറയുന്ന പാർട്ട് 14 എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പബ്ലിക് സർവീസിനെ കുറിച്ച് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഭാഗം ഏതാണ് എന്ന് മാത്രം എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാത്രം എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് പാർട്ട് 14 ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കണം. ഭാഗം 14 പബ്ലിക് സർവീസിനെ കുറിച്ചിട്ട് മാത്രം ചർച്ച ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഈ നോട്ട് നമ്മുടെ സ്റ്റേറ്റ് സർവീസിനെ കുറിച്ച് മാത്രമായിട്ട് വരുന്ന മൊത്തം നമുക്ക് ഏകദേശം 8 മൊഡ്യൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ നോട്ടാണ്. നിങ്ങൾ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 6 ഓഫ് ദി 75 എന്ന് വെച്ചാൽ ഇത് 6ാമത്തെ പേജാണ്. ഈ നോട്ടിൽ മൊത്തം 75 പേജ് വരുന്നുണ്ട്. അങ്ങനത്തെ 8 മൊഡ്യൂൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നോട്ടിൻ്റെ വലുപ്പം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും റിവിഷൻ നോട്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കോംപ്രിഹെൻസീവ് നോട്ട് ആയതുകൊണ്ടാണ് അത്രയും പേജ് വരുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ നോട്ടൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ സാമ്പിൾ നോട്ട് കണ്ടിട്ട് നോട്ട് അത്രേ ഉള്ളൂ എന്ന് കരുതരുത്. നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടുകളൊക്കെ, പുറത്തേക്ക് കിട്ടുന്ന നോട്ടുകളൊക്കെ സാമ്പിൾ നോട്ട്സ് ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ ക്ലാസ്സിൽ അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നോട്ടുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ആർട്ടിക്കിൾ 308 മുതൽ 323 വരെയാണ് പാർട്ട് 43യുടെ കീഴിലേക്ക് വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം. ദെൻ ആർട്ടിക്കിൾ 324 പോകുന്ന സമയത്തോ 324 എന്ന് പറയുന്നത് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 324 പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 323 വരെയാണ് വരുന്നത്. അതിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 315 മുതൽ 323 വരെ ചർച്ച ചെയ്യുന്നത് UPSC അല്ലെങ്കിൽ PSCയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സൈഡായിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി നിർത്താം. അപ്പം നമ്മൾ പഠിക്കേണ്ട ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 308 മുതൽ 312 വരെയുള്ള ആർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ പബ്ലിക് സർവീസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആർട്ടിക്കിൾസ് ഇത്രയാണ്. അതിൽ 308 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. കാരണം സർവീസിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യാണ്, സ്റ്റേറ്റിനെ കുറിച്ചിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് പറയുന്ന സമയത്ത് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റിന് മുമ്പ് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്താണെന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഒഴിവാക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആർട്ടിക്കിൾ 309. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കാൻ പോകുന്ന ഒരു ആർട്ടിക്കിളാണ് 309 എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സർവീസിനെ 3 ഡിവൈഡ് ചെയ്തു. സെൻട്രൽ സർവീസ് വരുന്നുണ്ട്, സ്റ്റേറ്റ് സർവീസ് വരുന്നുണ്ട്, ലോക്കൽ ബോഡി സർവീസുകൾ വരുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സർവീസുകൾ വരുന്ന സമയത്ത് ഈ സർവീസുകളെ സംബന്ധിച്ചിട്ടൊക്കെ ഉള്ള റൂൾസ്, റെഗുലേഷൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അവരുടെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ട്, അവരുടെ കണ്ടീഷൻസിനെ കുറിച്ചിട്ട്, അവരുടെ സർവീസ്, അവരുടെ പേ, അവരുടെ ലീവുകൾ, അവരുടെ പ്രൊമോഷൻസ്, അവരുടെ ട്രാൻസ്ഫർ, ഡിസിപ്ലിനറി ആക്ഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. അതിനൊക്കെ ഒരു നിയമം മൂലം ഉണ്ടായിരിക്കണം. നിയമം മൂലം മാത്രമേ ഇന്ത്യയിൽ ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബിക്കോസ് വി ഫോളോ റൂൾ ഓഫ് ദി ലോ. നമ്മൾ റൂൾ ഓഫ് ദ ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. റൂൾ ഓഫ് ലോ പ്രകാരം മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് പാർലമെൻറ്റ് ഇനാക്ട് ചെയ്തിട്ടുള്ള നിയമം ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇനാക്ട് ചെയ്തിരിക്കുന്ന നിയമങ്ങൾ ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 309 എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സർവീസുകളെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിനോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോ നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഗുലേറ്റ്. ഓക്കെ, സോറി, ജസ്റ്റ് 1 സെക്കൻഡ്, ഞാനൊന്ന് എടുക്കട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ ആർട്ടിക്കിൾ 309 വരുന്ന സമയത്ത് ടു റെഗുലേറ്റ് ദി റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. ഓക്കെ, ടു റെഗുലേറ്റ് ദി റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റും അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് സർവീസും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതെല്ലാം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആർട്ടിക്കിൾ 309 പ്രകാരം സർവീസുകളെ, ഏത് സർവീസ് ആയിക്കോട്ടെ, സെൻട്രൽ സർവീസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് സർവീസ് ഉണ്ടായിരിക്കും. സെൻട്രൽ സർവീസ് ആണെങ്കിൽ പാർലമെൻറ്റും, സ്റ്റേറ്റ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ടു റെഗുലേറ്റ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി സർവീസ്. അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിനോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോ പറ്റും. അതാണ് ആർട്ടിക്കിൾ 309 പറയുന്നത്. ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി അങ്ങനെ എന്തെങ്കിലും നിയമം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നത് വരെ പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഗവർണറിനോ റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരവും വരുന്നുണ്ട്. ഓക്കെ, റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണറാണ്. നിങ്ങൾക്കറിയാം, ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പ്രസിഡന്റിനും ഗവർണർക്കും വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിയമം പാർലമെന്റോ ലെജിസ്ലേച്ചറോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സർവീസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനും ഗവർണർക്കും അധികാരമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് കാര്യങ്ങളും ഓർത്തു വെക്കണം. ഓക്കെ, ഇനി ഈ പറയുന്ന ആർട്ടിക്കിൾ 309 പ്രകാരം നമ്മുടെ കേരള ഗവൺമെന്റ് ഇനാക്ട് ചെയ്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട റൂളുകളാണ്. ഒന്ന് കേരള സ്റ്റേറ്റ് സർവീസ് റൂൾ എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് റൂൾ അത് കാലാകാലങ്ങളിൽ അമെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് റൂൾ 1969 പ്രകാരമാണ് KS സ്ഥാപിതമായത് എന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണിച്ചു തന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു റൂള് അവിടെ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തതാണ് കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് വരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രണ്ട് റൂളുകൾ പ്രകാരമാണ് നമ്മുടെ കേരളത്തിലുള്ള സർവീസുകളെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് കേരള സ്റ്റേറ്റ് സർവീസ് റൂള് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ഇത് രണ്ടും ഇനാക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 309 ആണ്. കാരണം ആർട്ടിക്കിൾ 309 ആണ് പറയുന്നത് ഒരു സംസ്ഥാനത്തെ സർവീസുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നിയമം പാസ്സാക്കാം. ആർക്ക്? പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും നിയമം പാസ്സാക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇനി നിങ്ങൾ ചോദിക്കും, ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചത് എന്തിനാണ്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക. 75/2021 ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കോഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കാരണം എന്താണ്? ദ പവർ ടു മേക്ക് റൂൾസ് ഓർ ലോസ് ഓൺ ദി റിക്രൂട്ട്മെന്റ് കണ്ടീഷൻസ് ഓഫ് ദ സർവീസ് റെസ്റ്റ് വിത്ത് ഹൂം. ആരുടെ മുകളിലാണ് ഇത് വരുന്നത് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 309 പ്രകാരം ലെജിസ്ലേച്ചർ ഓർ എക്സിക്യൂട്ടീവ് ഓഫ് ദി യൂണിയൻ ഓർ സ്റ്റേറ്റ് ആണ്. അവിടെ എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് വന്നു? എക്സിക്യൂട്ടീവ് വന്നത് നമ്മൾ ലോജിക്കലി മനസ്സിലാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, ലോജിക്കലി മനസ്സിലാക്കണം. ഒന്നാമത്തത്, നിയമം ഉണ്ടാക്കാൻ പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും പറ്റും. അങ്ങനെ ഒരു നിയമം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിനും ഗവർണർക്കും നിയമം ഉണ്ടാക്കാം. പ്രസിഡന്റും ഗവർണറും ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് ഒരു കാര്യം മാത്രം പഠിച്ചു പോയിട്ട് ഈ പറയുന്ന പാർലമെന്റിനും ലെജിസ്ലേച്ചറിനും മാത്രമേ നിയമം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് നിങ്ങൾ അങ്ങ് വെട്ടിക്കളയാൻ സാധ്യതയുണ്ട്. വെട്ടിക്കളയരുത്. കാരണം എന്താണ്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും നിയമം ആക്ട് ഉണ്ടാക്കാൻ പറ്റും. റൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവർണർക്കും അതുപോലെ തന്നെ പ്രസിഡന്റിനും പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പവർ ടു മേക്ക് റൂൾസ് ഓർ ലോ, രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പേരും ആൻസറിൽ വരണം. ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് രണ്ട് പേർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആസ് പെർ ആർട്ടിക്കിൾ 309. ഇതാണ് നമ്മുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഈ കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഇതിലേക്ക് എത്തിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ അനലൈസ് ചെയ്തിട്ടായിരിക്കണം പഠിക്കണം എന്ന് പറയുന്നത്. അതൊക്കെ നോട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, അതൊക്കെ നോട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് സെറ്റായിട്ട് പോവാം. ഓക്കെ, യെസ്. അടുത്തത് ആർട്ടിക്കിൾ 310 310 വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത്. ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന പ്രസിഡന്റും ഗവർണറുമാണ് ഇവരുടെ അപ്പോയിൻമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ പറയുന്ന അപ്പോയിൻമെൻറ്റ് അതോറിറ്റിക്ക് ഇവരുടെ മുകളിലുള്ള വിശ്വാസം എത്ര കാലത്തോളം ഉണ്ടോ അത്രയും കാലം അവർക്ക് സർവീസിൽ തുടരാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കളക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക. അപ്പം പ്രസിഡന്റിന് എത്രത്തോളം കാലം ഇദ്ദേഹത്തിൻ്റെ മുകളിൽ കോൺഫിഡൻസ് ഉണ്ടോ അത്രയും കാലം അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു LSGS സെക്രട്ടറി ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു LSGS സെക്രട്ടറി ആയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗവർണർക്ക് നിങ്ങളുടെ മുകളിൽ വിശ്വാസമുള്ള കാലത്തോളം നിങ്ങൾക്ക് സർവീസിൽ തുടരാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ, എങ്ങനെയാണ് നിങ്ങളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഗവർണറുടെയോ പ്രസിഡന്റിൻ്റെയോ പെർമിഷൻ ഇല്ലാതെ സാധിക്കില്ല. നിങ്ങളൊരു IAS ഓഫീസർ ആണെങ്കിൽ പ്രസിഡന്റിൻ്റെ പെർമിഷൻ വേണം. നിങ്ങളൊരു LSGS സെക്രട്ടറി ഒക്കെ ആണെങ്കിൽ ഗവർണറുടെ പെർമിഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത്. കാരണം അവരുടെ ഒരു വിശ്വാസം, അവർക്ക് നിങ്ങളുടെ മുകളിൽ പ്രത്യേകിച്ച് ഒരു മമതയുണ്ടെങ്കിൽ അത്രയും കാലം നിങ്ങൾക്ക് അധികാരത്തിൽ തുടരാം. അതാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത്. ആ ഡോക്ട്രൈൻ ഇല്ലാതാകുന്ന സമയത്ത് മാത്രമേ നിങ്ങളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത് എന്തിൻ്റെ കീഴിലാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ഓർത്ത് വെക്കുക, ആർട്ടിക്കിൾ 310 കീഴിലാണ്. ആർട്ടിക്കിൾ 310 കീഴിലാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ വരുന്നത്. ഓക്കെ, സോ അതെന്താണ് പറയുന്നത്? ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ്
ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് ദി ഗവർണർ. അപ്പോൾ യൂണിയന് കീഴിൽ വരുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റിന്റെ പ്ലഷർ ഉള്ള കാലത്തോളം യൂണിയൻ ഗവൺമെന്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തുടർന്ന് ഭരിക്കാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് സർവീസിലുള്ള ആളുകൾക്ക് ഗവർണറുടെ പ്ലഷർ ഉള്ള കാലത്തോളം തുടർന്ന് ഭരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 310 ആണ്. ഇനി ഈ ഡോക്ട്രൈൻ ഓഫ് പ്ലഷറിന് സേഫ് ഗാർഡ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 311 ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. 311 പ്രകാരം ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സെക്യൂരിറ്റി ഓഫ് ടെനർ ടു ദി ഓഫീസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? 311. അത് പറയുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 308 മുതൽ 312 വരെയുള്ള ആർട്ടിക്കിൾസ് തറോ ആയിട്ട് നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായപ്പോഴാണ്. ഓക്കെ, എന്താണ്? സിവിൽ സർവൻസ് ആർ ഗിവൺ കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റി, ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷിതത്വം, അവരുടെ ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 312 എന്ന് പറയുന്നത്. നമ്മൾ ആർട്ടിക്കിൾ 310 പഠിച്ച സമയത്ത് പഠിച്ചില്ലേ? ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ പഠിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെയോ ഗവർണറിൻ്റെയോ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത്രയും കാലം തുടർന്ന് ഭരിക്കാം എന്ന് നമ്മൾ പഠിച്ചില്ലേ? അല്ലെങ്കിൽ അവർക്ക് അധികാരത്തിൽ തുടരാമെന്ന് പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പ്രസിഡന്റിനോ ഗവർണർക്കോ തോന്നിയ പോലെ ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. പ്രസിഡന്റിനൊരു സുപ്രഭാതത്തിൽ തോന്നിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കളക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് നാളെ മുതൽ ജോലി കയറേണ്ട, നിങ്ങളെ പിരിച്ചുവിട്ടു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ പ്രസിഡന്റ് വിചാരിച്ചാൽ പോലും നിങ്ങളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അവിടെ നിങ്ങൾക്ക് ചില സേഫ് ഗാർഡ്സ്, ചില പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചില പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. 2 പ്രൊട്ടക്ഷൻസ് ആണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഡോക്ട്രൈൻ ഓഫ് പ്ലഷറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് നിങ്ങളെ അപ്പോയിന്റ് ചെയ്ത ഓതോറിറ്റി ആരാണോ അയാൾക്ക് കീഴിൽ വരുന്ന, അയാളേക്കാൾ സ്ഥാനം കുറഞ്ഞ ഒരു വ്യക്തിക്ക് നിങ്ങളെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അപ്പോയിന്റ് ചെയ്തത് പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റിന് മാത്രമേ നിങ്ങളെ റിമൂവ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ അപ്പോയിന്റ് ചെയ്തത് ഗവർണർ ആണെങ്കിൽ ഗവർണർക്ക് മാത്രമേ നിങ്ങളെ റിമൂവ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഒരു KS ഓഫീസർ, അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഗവർണർ വിചാരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിനെ ഡിസ്മിസ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റുള്ളൂ, സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിപ്പോൾ ഏത് മിനിസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാലും ഏത് ഓഫീസറെ വേണേലും സസ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻസ് ആയിട്ടൊക്കെ സസ്പെൻഷൻ പറ്റാം. പക്ഷേ സസ്പെൻഷൻ എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതല്ല, കുറച്ചു കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. ആ സമയത്ത് പോലും നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? പാർട്ട്ലി സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ്? ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതല്ല. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഡിസ്മിസ്ഡാണ്. ജോലിയിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങളെ പിരിച്ചുവിടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത ഓതോറിറ്റി ആണോ അവർ വിചാരിക്കണം, അല്ലെങ്കിൽ അവരുടെ മുകളിലുള്ള ഓതോറിറ്റി വിചാരിക്കണം. അവരുടെ താഴെയുള്ള ഓതോറിറ്റി വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ 2 പേരുടെയും മുകളിൽ വേറെ ഓതോറിറ്റി ഇല്ല. സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ഏറ്റവും മുകളിൽ ഗവർണറാണ്, സെൻട്രൽ ലെവലിലാണെങ്കിൽ പ്രസിഡന്റ് ആണ്. അപ്പോൾ അവർ തന്നെ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ അവരുടെ റാങ്കിൽ താഴെ വരുന്ന ഒരു ഉദ്യോഗസ്ഥർ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. നോ സിവിൽ സർവൻറ്റ് ഷാൾ ബി ഡിസ്മിസ്ഡ് ഓർ റിമൂവ്ഡ് ബൈ ആൻ അതോറിറ്റി സബോർഡിനേറ്റ് ടു ദ വൺ അപ്പോയിന്റഡ് ഹിം. അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തതിനേക്കാളും താഴെ റാങ്കിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് പിരിച്ചുവിടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അവർക്ക് പിരിച്ചുവിടാൻ പറ്റില്ല. അടുത്തത് ആർട്ടിക്കിൾ 311 ക്ലോസ് 2 വരുന്നുണ്ട്. 311 ക്ലോസ് 2 വരുന്നുണ്ട്. ഇതും കൂടെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഒരു ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് നിങ്ങളെ പിരിച്ചുവിടുക എന്ന് വിചാരിക്കുക. തോന്നിയ പോലെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിരിച്ചുവിടണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നത് പ്രൂവ് ചെയ്യണം. ഓക്കെ, നിങ്ങളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിൻ്റെ പേരിലാണ് നിങ്ങളെ പുറത്താക്കുന്നത്. അല്ലാതെ തോന്നിയ പോലെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ തെറ്റ് നിങ്ങൾ ചെയ്തു, ആ തെറ്റ് ചെയ്തു എന്നതിന് ഒരു അന്വേഷണം വേണം, ഒരു എൻക്വയറി വേണം. ആ എൻക്വയറി റിപ്പോർട്ട് പ്രകാരം നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് സ്ഥാപിക്കപ്പെടണം, എന്നാലേ പുറത്താക്കാൻ പറ്റൂ. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, സോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എക്സെപ്റ്റ് ആഫ്റ്റർ ആൻ എൻക്വയറി ഇൻ വിച്ച് ഹി ഈസ് ഇൻഫോംഡ് ഓഫ് ദ ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആ എൻക്വയറി നടത്തുന്ന സമയത്തും നിങ്ങൾക്ക് നേരെയുള്ള ചാർജ്, നിങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കണം. അത് മാത്രം മതിയോ? പോരാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം ബോധിപ്പിക്കാനുള്ള അവസരം കൂടെ നൽകണം. റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്, നിങ്ങളുടെ ഭാഗം പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ നിങ്ങൾക്ക് നൽകണം. ഇത്രയും കഴിഞ്ഞാലേ നിങ്ങളെ പുറത്താക്കാൻ പറ്റും. ഓക്കെ, ഗവർണറോ പ്രസിഡന്റോ വിചാരിക്കണം. അവർ വിചാരിച്ചാൽ പോലും എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എൻക്വയറി വരണം. ആ എൻക്വയറി പ്രകാരം നിങ്ങൾ തെറ്റാണെന്ന് അവിടെ പ്രൂവ് ചെയ്തും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതും കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ പിരിച്ചുവിടുക, ഡിസ്മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതാണ് ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ കാണുന്ന പോലെ ഹയർ ആൻഡ് ഫയർ ഇവിടെ ഇല്ല. അതായത് ഇന്ന് ജോലിക്ക് എടുത്തു മറ്റന്നാൾ പിരിച്ചുവിടും, ആ പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് ജോലി ഇത്രത്തോളം എന്ത് ചെയ്യുന്നത്? ഡ്രീം ജോബായിട്ട് മാറുന്നത്.
ഓക്കെ, സോ ജസ്റ്റ് ആ കാര്യം അവിടെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഇതിനടുത്തത് ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ സർവീസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 സർവീസുകളാണ് വരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ഒരു ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 312 പറയുന്നത്. അങ്ങനെ ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് രാജ്യസഭ തന്നെ വിചാരിക്കണം. രാജ്യസഭ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അത് 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പുതിയൊരു ഓൾ ഇന്ത്യ സർവീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഈ പറയുന്ന സർവീസ് കണ്ടീഷൻസ് ഓഫ് ദി ഓൾ ഇന്ത്യ സർവീസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? അത് പാർലമെന്റ് മാത്രമാണ്. ഓൾ ഇന്ത്യ സർവീസിന്റെ സർവീസ് കണ്ടീഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് പാർലമെന്റ് മാത്രമാണ്, ഓർത്ത് വെക്കണം. അതിൽ 3 സർവീസുകളാണ് വരുന്നത്. ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഹൂ ഡിറ്റർമിൻസ് ദി ഓൾ ഇന്ത്യ സർവീസ് കണ്ടീഷൻ? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ 975/21. ഓക്കെ, അതിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്നുണ്ട് ഓൾ ഇന്ത്യ സർവീസിൻ്റെ കണ്ടീഷൻ ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അത് ഇന്ത്യൻ പാർലമെൻ്റ് ആണ്. ഓക്കെ, പാർലമെൻ്റ് ആണ്. ഓക്കെ, അതായത് ഈ പറയുന്ന പ്രസിഡന്റ് വരുന്നില്ല, UPSC വരുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊന്നുമല്ല, പാർലമെൻ്റ് ആണ് അത് തീരുമാനിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പബ്ലിക് സർവൻ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവൻറ്റിൻ്റെ ആരാണ് തീരുമാനിക്കുന്നത്? അത് പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പ്രസിഡന്റോ ഗവർണറോ ആകാം. പക്ഷേ ഓൾ ഇന്ത്യ സർവീസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെൻ്റ് ആണ്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ഓൾ ഇന്ത്യ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ നിങ്ങൾക്കറിയാം UPSC ആണ് ഈ പറയുന്ന IAS ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ആ IAS ഓഫീസേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലെ കളക്ടറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം പ്രശാന്ത് നായർ വരുന്നുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ അനുപമ IAS ഇങ്ങനെയുള്ള ഒരുപാട് ഓഫീസേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ എന്താണ്, സിവിൽ സർവീസ് എഴുതി സെൻട്രൽ ബോഡി ആയിട്ടുള്ള UPSC റിക്രൂട്ട് ചെയ്ത് അവർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റിന് കീഴിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അവരെന്തായിരിക്കും, അവർ സ്റ്റേറ്റ് സർവീസിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർ ഒരു സംസ്ഥാനത്താണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സർവീസിന് കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് സ്റ്റേറ്റ് സർവീസ് റൂൾസും കൂടെ അവർക്ക് ബാധകമായിട്ട് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ആ സ്റ്റേറ്റ് സർവീസ് റൂളുകൾ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് സർവീസ് കണ്ടക്ട് റൂൾ വരുന്നുണ്ട്, അത് അവർ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതും കൂടെ അവർക്ക് എന്ത് വരുന്നുണ്ട്, അവരുടെ മുകളിൽ ഒരു ബാധ്യതയായിട്ട് അവർ പാലിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്ത് വെക്കേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 2 കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, 2 കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അതിലേക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കുകയാണ്. ഓക്കെ, അതായത് മിനിസ്റ്റീരിയൽ ആൻഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ്. ഓക്കെ, മിനിസ്റ്റീരിയൽ ആൻഡ് നോൺ മിനിസ്റ്റീരിയൽ, ഇത് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കേൾക്കാൻ പോകുന്ന 2 ടേമുകളാണ്. അപ്പോൾ മിനിസ്റ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് ക്ലറിക്കൽ ജോബുകൾ അല്ലെങ്കിൽ ഓഫീസിലിരുന്നു കൊണ്ട് പോളിസി ഫോർമുലേഷൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു പുതിയ നയം ഗവൺമെൻറ് രൂപീകരിക്കുകയാണെങ്കിൽ ആ നയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുക്കുന്ന രൂപത്തിലേക്ക് പേപ്പർ വർക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ മിനിസ്റ്റീരിയൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന LD ക്ലർക്കുകൾ ഉണ്ടായിരിക്കും, UD ക്ലർക്കുകൾ ഉണ്ടായിരിക്കും, ഹെഡ് ക്ലർക്കുകൾ ഉണ്ടായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഈവൻ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഉദ്യോഗസ്ഥർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പറയുന്ന മിനിസ്റ്റീരിയൽ സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്നവരാണ്. എന്നാൽ നോൺ മിനിസ്റ്റീരിയൽ സർവീസ് വരുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്, അവരതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും ചെയ്യുന്നത്. അവർ ഈ പറയുന്ന പോളിസി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു SI, അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പോളിസി ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ലോ ആൻഡ് ഓർഡർ നടപ്പാക്കുന്ന വ്യക്തിയാണ് ഒരു SI എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റായിട്ട് ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതല്ലെങ്കിൽ ഫീൽഡ് ലെവലിലായിരിക്കും, ഫീൽഡിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് പോയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഈവൻ SI എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതും ഒരു നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ മിനിസ്റ്റീരിയൽ നോൺ മിനിസ്റ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, മിനിസ്റ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ക്ലറിക്കൽ ടൈപ്പ് ഓഫ് ജോബാണ്. നോൺ മിനിസ്റ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് അത് പോളിസി ഇംപ്ലിമെൻറ്റേഷനോ അല്ലെങ്കിൽ ഫീൽഡ് ലെവലായിട്ടുള്ള ജോലിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അത് ജസ്റ്റ് അവിടെ കൊടുത്തെന്ന് മാത്രം, ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കാം.
ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിലുള്ള സർവീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും 3 ലെയറായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് സ്റ്റേറ്റ് ലെവലിൽ ഭരണം നടത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റിന് മൊത്തമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ DGP വരുന്നുണ്ട്, ചീഫ് സെക്രട്ടറി വരുന്നുണ്ട്. ഇവരൊക്കെ വരുന്നത് സെക്രട്ടറി ലെവലിൽ വരുന്ന പോസ്റ്റുകളാണ്. അവർ നമ്മുടെ കേരളത്തിൻ്റെ മുഴുവനായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഇനി ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ SP ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു പോലീസിലാണെങ്കിൽ SP ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കളക്ടർ ഉണ്ടായിരിക്കും, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉണ്ടായിരിക്കും, ഓക്കെ, ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ടായിരിക്കും. ഇവരൊക്കെ ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്ന ആൾക്കാരാണ്. ഇനി അതുപോലെ തന്നെ താലൂക്ക് ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തഹസിൽദാർ ഉണ്ടായിരിക്കും, ഒരു താലൂക്ക് ലെവൽ, ബ്ലോക്ക് ലെവൽ, അതുപോലെ തന്നെ ASP, ഇവരൊക്കെ ഒരു അതല്ലെങ്കിൽ DYSP, ഇവരൊക്കെ ഒരു ബ്ലോക്ക് ലെവലിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഇനി വില്ലേജ് ലെവലിലേക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LSGS, പഞ്ചായത്ത് സെക്രട്ടറി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു വില്ലേജ് ലെവൽ അല്ലെങ്കിൽ ലോക്കൽ ലെവലിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ ലെവലുകളായിട്ട്, വിവിധ ലെയറുകളായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ പറയുന്ന 3 വിഭാഗങ്ങളും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏറ്റവും മുകളിൽ കിടക്കുന്ന സെക്രട്ടേറിയറ്റ് ലെവലിൽ വരുന്ന ആൾക്കാരാണ് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ പോളിസി മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ മിഡ് ലെവലിൽ വരുന്നവരാണ് ഈ ഒരു ഡിസ്ട്രിക്ട് ലെവൽ അല്ലെങ്കിൽ അതിന് തതുല്യമായിട്ട് വരുന്നത്. അവരാണ് ഈ പറയുന്ന എക്സിക്യൂഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ചെയ്യുന്നത്. ആ പോളിസികളൊക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഓരോ പ്രദേശത്തേക്കും അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇനി ആ പോളിസികൾ പോയിട്ട് നടപ്പാക്കുന്നതോ ലോക്കൽ ലെവലിൽ നടപ്പാക്കുന്നതോ ഫീൽഡ് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഈ പറയുന്ന ലോക്കൽ ലെവലിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കും. ആ ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡിവിഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. നമ്മുടെ നോട്ടിൽ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് വരണേ. ആവശ്യമായിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്ക് അപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യങ്ങൾ വരും. ഓക്കെ, കമ്പനി ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഈസി ആയിട്ടൊന്നും എടുക്കരുത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മെയിൻസിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ടഫ് തന്നെയാണ്. അപ്പം ഈ കൺസെപ്ച്വൽ ക്ലാരിറ്റിയിലായിരിക്കണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു പോകേണ്ടത്. ഓക്കെ, യെസ്. ദെൻ റിക്രൂട്ട്മെൻറ്റ് സ്ട്രക്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഗവൺമെൻറ് സർവീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഗവൺമെൻറ് സർവീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 വഴിയാണ് വരുന്നത്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എക്സാമിനേഷൻ എഴുതിയിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർവീസിലേക്ക് കയറാം. PSCയോ അല്ലെങ്കിൽ UPSCയോ ഒക്കെ എഴുതിയിട്ട് ഗവൺമെൻറ് സർവീസിലേക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തതാണ് ബൈ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ബൈ പ്രൊമോഷൻ. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊമോഷൻ പോലെ തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു സർവീസിൽ നിന്ന് മറ്റൊരു സർവീസിലേക്ക് നമ്മൾ ഈ ട്രാൻസ്ഫർ ഓഫ് ദി പ്ലേസ് അല്ല, അതായത് ഒരു സ്ഥലത്തുള്ള SIനെ മറ്റൊരു സ്ഥലത്ത് SI ആക്കി മാറ്റുന്നതല്ല പറയുന്നത്. മറിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രശാന്ത് നായർ IAS. സോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കളക്ടറായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, വ്യവസായത്തിൻ്റെ ഹെഡായിട്ട് അദ്ദേഹത്തിനെ മാറ്റുന്നത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കളക്ടർ പോസ്റ്റിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വ്യവസായത്തിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എക്സാക്ട്ലി പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, ഇന്ന് തൊട്ട് മുമ്പ് ഒരു കേസിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഒരു മാധ്യമ പ്രവർത്തകനെ വണ്ടി ഇടിച്ച് കൊന്നതിൻ്റെ പേരിൽ. യെസ്, ശ്രീറാം IAS. ഓക്കെ, സോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, കൊറോണ സമയത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹത്തിനെ മാറ്റി. അവിടെ എന്താണ്, ബൈ പ്രൊമോഷനാണ് അദ്ദേഹം ആ പുതിയ ഒരു തസ്തികകളിലേക്ക് എത്തുന്നത്. അപ്പം ബൈ പ്രൊമോഷൻ അങ്ങനെയുള്ള ട്രാൻസ്ഫറുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്, അല്ലാതെ ഒരേ തസ്തികയിൽ തന്നെ വരുന്ന മാറ്റത്തിനെ കുറിച്ചിട്ടല്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈറാർക്കിയൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LD ക്ലർക്ക്, UD ക്ലർക്ക് ആകുന്ന, ഹെഡ് ക്ലർക്ക് ആകുന്ന, അങ്ങനെ പോയിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റൻറ്റ് പോസ്റ്റ് എത്തുന്ന, അതിനുശേഷം പിന്നീട് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, അങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. പ്രൊമോഷൻ കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഹയർ ലെവലിലേക്ക് കയറി പോകുന്ന സമയത്ത് എന്താണ്, അവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ പോസ്റ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പം പ്രൊമോഷൻ വഴിയും നിങ്ങൾക്ക് പുതിയ ജോലി സാധ്യതകൾ അവിടെ വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ വരുന്നതാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ബാക്ക്ലോഗ് ഒക്കെ വരുന്ന സമയത്ത് അവിടേക്ക് വാക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില PSC പോസ്റ്റുകളൊക്കെ NC എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള സ്പെഷ്യൽ കാറ്റഗറികൾക്ക് വേണ്ടിയിട്ടായിട്ട് മാത്രം എന്ത് ചെയ്യാറുണ്ട്, എക്സാംസ് നടത്താറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് വിവിധ തരത്തിൽ നിങ്ങൾക്ക് സർക്കാർ ജോലികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എത്താം, എക്സാമിനേഷൻ എഴുതിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് എത്താം. അതല്ലെങ്കിൽ ത്രൂ പ്രൊമോഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർവീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എത്താൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ത്രൂ പ്രൊമോഷൻ എത്താൻ പറ്റുന്ന ഏതൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്രട്ടറി ലെവലിലേക്ക് വരുന്ന, അതായത് അണ്ടർ സെക്രട്ടറിക്ക് മുകളിലേക്ക് വരുന്ന എല്ലാ ജോബും, ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അങ്ങനെയുള്ള സെക്രട്ടറി പോസ്റ്റുകൾ, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ത്രൂ പ്രൊമോഷൻ മാത്രമാണ് അങ്ങോട്ടേക്ക് എന്ത് വരുന്നത്, ഓപ്പർച്യൂണിറ്റി വരുന്നത്. ത്രൂ പ്രൊമോഷൻ മാത്രമാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അങ്ങോട്ടേക്ക് വരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു സബ് കളക്ടർ പോസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു DYSP പോസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ASP പോസ്റ്റ് വരുന്നുണ്ട്, ഒരു സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോസ്റ്റ് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റ് വരുന്നുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു എന്ന് മാത്രം. ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഓക്കെ,
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫണ്ടമെൻ്റൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഈ നോട്ട് ഞാൻ നമ്മുടെ കോഴ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും, കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടുകൾ. അപ്പോൾ നോട്ടുകളൊക്കെ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് ഈ നോട്ടുകൾ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോ വിഷ് യു എവരി വൺ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്.